ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ എറർ അനാലിസിസ് എന്ന് പറയുന്ന പോർഷനാണ്. ആദ്യം നമ്മൾ എറർ അനാലിസിസിൽ എറർ എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് എറർ അനാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം എറർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, എറർ എങ്ങനെ ഉണ്ടായി, ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ഇപ്പം ലെറ്റസ് കൺസിഡർ, ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ചു. സപ്പോസ് ഇതിൻ്റെ ലെന്ത് എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ലെന്തിന് ഒരു ആക്ച്വൽ വാല്യൂ കാണും, കറക്റ്റായിട്ടുള്ള ഒരു ലെന്ത് കാണും. സപ്പോസ് അത് 4.5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ആക്ച്വൽ വാല്യൂ. ഈ കറക്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ പറയുന്നത് ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് ഞാൻ മീറ്റർ സ്കെയിൽ വെച്ച് ഞാൻ ഒരു സ്കെയിൽ എടുത്ത് ഇത് അളന്ന് നോക്കുകയാണ്. അളന്ന് നോക്കുമ്പം എനിക്ക് ചിലപ്പം കിട്ടുന്നത് 4.6 ആയിരിക്കും, ചിലപ്പോൾ 4.4 ആയിരിക്കും, ചില സമയം എനിക്ക് 4.5 ആയിരിക്കും, പിന്നെ മെഷർ ചെയ്യുമ്പോൾ 4.4 ആയിരിക്കും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ മീൻ എടുത്തു കഴിഞ്ഞാൽ അതും എനിക്ക് എന്തായിരിക്കും, അതിനെ നമ്മൾ പറയും ട്രൂ വാല്യൂ എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ മെഷർ ചെയ്യുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ, മെഷേർഡ് വാല്യൂ ആണ് 4.6, 4.4, 4.5. ഇതൊക്കെ 4.6 ഞാൻ ഫസ്റ്റ് മെഷർ ചെയ്ത വാല്യൂ, 4.4 എന്ന് പറയുന്ന സെക്കൻഡ് മെഷർ ചെയ്ത വാല്യൂ, 4.5 തേർഡ് മെഷർ ചെയ്ത വാല്യൂ, 4.4 ഫോർത്ത് ഞാൻ മെഷർ ചെയ്ത വാല്യൂ. ഈ വാല്യൂസ് എല്ലാം മെഷേർഡ് വാല്യൂസാണ്. ഇതിൻ്റെ മീൻ എടുത്തു കഴിയുമ്പം എനിക്ക് എത്രയാണോ കിട്ടുന്നത്, മീൻ മീൻസ് ആവറേജ്, ഇതിൻ്റെ ആവറേജ് എടുത്താൽ എനിക്ക് എത്രയാണോ കിട്ടുന്നത്, ദാറ്റ് ഈസ് ദ ട്രൂ വാല്യൂ. ഈ ട്രൂ വാല്യൂ ആക്ച്വൽ വാല്യൂയും സെയിം ആയിരിക്കും. ഈ ട്രൂ വാല്യൂ തന്നെയാണ് ആക്ച്വൽ വാല്യൂ. ഈ ട്രൂ വാല്യൂ ആണ്, ഈ ട്രൂ വാല്യൂ അതായത് ഇപ്പോൾ 4.5 ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂവിന് പറയുന്ന മറ്റൊരു പേരാണ് ട്രൂ വാല്യൂ ആണല്ലോ. അപ്പം നമുക്ക് എറർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എറർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. നമ്മൾ പറയുന്നത് ഏത് മെഷർമെൻറ്റ് നടത്തിയാലും ദർ ഈസ് സം ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് ഇത് ആക്ച്വൽ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. ഏത് മെഷർമെൻറ്റ് നടത്തിയാലും എവറി മെഷർമെൻറ്റ് there is always some difference between true value and measured value of a quantity. ഏത് ക്വാണ്ടിറ്റിയുടേത് ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിൽ ഒരു ഡിഫറൻസ് കാണും. ആ ഡിഫറൻസ് ആണ് വിച്ച് ഗീവ്സ് ദ ബർത്ത് ഓഫ് എറർ. That means error is the difference between the true value and the measured value. Understood ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ഈ എറർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചു. എറർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ഇത് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ ആണ് ആക്ച്വൽ വാല്യൂ. ഇനി പല തരത്തിലുള്ള എററുകളുണ്ട്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് എറർ, ദാറ്റ് ഈസ് ഇനി നമുക്ക് അതിൽ ഫസ്റ്റ് എറർ പഠിക്കുന്നതിന് മുമ്പ് ഈ ട്രൂ വാല്യൂ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് മീൻ വാല്യൂ എന്ന് പറഞ്ഞു ആണല്ലോ. നമ്മൾ ഈ ട്രൂ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ട്രൂ വാല്യൂ മീൻസ് ഇറ്റ് ഈസ് ദ മീൻ വാല്യൂ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ അതൊരു മീൻ വാല്യൂ ആണ്. സപ്പോസ് let a quantity be measured n times. ഒരു ക്വാണ്ടിറ്റി n times ഞാൻ മെഷർ ചെയ്തു. let a quantity be measured n times. The measurements are
ആ മെഷർമെൻറ്റ്സ് ആറ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്? ഒരു ക്വാണ്ടിറ്റീനെ ഞാൻ n ടൈംസ് മെഷർ ചെയ്തു. ആ മെഷർ ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂസാണ് ഇത്. മെഷർമെൻറ്റ്സ് ആർ x1, s2, s3 എക്സെട്ര xn. ദെൻ അങ്ങനെയാണെങ്കിൽ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ എന്തായിരിക്കും? ആക്ച്വൽ വാല്യൂ ഈസ് എം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഓർ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് ഓർ എക്സ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് s2 പ്ലസ് s3 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. അണ്ടർസ്റ്റുഡ് ആണല്ലോ? ഒരു ക്വാണ്ടിറ്റീനെ n ടൈംസ് മെഷർ ചെയ്യാണ്. ആ മെഷർ ചെയ്ത് കിട്ടുന്ന മെഷേർഡ് വാല്യൂസാണ് x1, s2, s3 എക്സെട്ര xn. ദെൻ ദ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മെയിൻ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നതാണ് xm. മെയിൻ വാല്യൂ xm mean value is equal to x1 plus s2 plus s3 plus etc plus xn by n. ഇനി എത്ര തരത്തിലുള്ള എററുകളുണ്ട് നോക്കുകയാണ്. ഫസ്റ്റ് എറർ ആണ് അബ്സല്യൂട്ട് എറർ. absolute error. Second error is absolute error, mean absolute error, mean absolute error. Third one relative error, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും റിലേറ്റീവ് എറർ ഓർ fractional error, relative error or fractional error. Fourth one percentage error, percentage error. അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പെർസെൻറ്റേജ് എറർ. ഇനി നമ്മൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് പഠിക്കുകയാണ്. നോക്കാം. ആദ്യം നമ്മുടെ അബ്സല്യൂട്ട് എറർ. ആദ്യം നമ്മൾ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡ് പഠിച്ചു. അത് വെറുതെ ആവറേജ് എടുക്കുക, മീൻ എടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്തത് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അബ്സല്യൂട്ട് എറർ ഞാൻ പറഞ്ഞു മീൻ വാല്യൂ, മീൻ എക്സ് എം ഓർ എക്സ്, ദാറ്റ് ഈസ് മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? x1 പ്ലസ് s2 പ്ലസ് s3 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. ഇനി അബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് x1. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ വാല്യൂ. ദെൻ x1 എന്ന് പറയുന്നത് ഓരോ മെഷേർഡ് വാല്യൂസും. Then delta S2 is equal to x minus S2. Delta S3 is equal to x minus S3. Then delta x4 is equal to x minus x4. Then അങ്ങനെ delta xn is equal to x minus xn. Understood? ഈ ഡെൽറ്റ x1, ഡെൽറ്റ s2, ഡെൽറ്റ s3, ഡെൽറ്റ x4, ഡെൽറ്റ x ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത് പേര് വിളിക്കും? അബ്സല്യൂട്ട് എറർ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ magnitude of difference between ഇതേ ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ. ആക്ച്വൽ വാല്യൂ ഓർ ഇനി എന്ത് പറയാം?
ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ്, ഇതാണ് എക്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ, ആക്ച്വൽ വാല്യൂ അല്ലെ മീൻ വാല്യൂ, എല്ലാം ഒന്ന് തന്നെ. ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂസ് ഓഫ് എ, ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂസ് ഓഫ് എ ക്വാണ്ടിറ്റി. മെഷേർഡ് വാല്യൂസ് ഓഫ് എ ക്വാണ്ടിറ്റി. ഇതാണ് അബ്സല്യൂട്ട് എറർ. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഈ ഡെൽറ്റ x1, ഡെൽറ്റ x2, ഡെൽറ്റ x3, ഡെൽറ്റ x4 ഇതിനെയാണ് നമ്മൾ പറയുന്നത് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. നമ്മൾ ട്രൂ വാല്യൂ പഠിച്ചു, അബ്സല്യൂട്ട് എറർ പഠിച്ചു. ഇനി അടുത്തത് മീൻ അബ്സല്യൂട്ട് എറർ. സെക്കൻഡ് വൺ ഈസ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ക്വാണ്ടിറ്റി. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡെൽറ്റ x1 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ s2 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ s3 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ xn ഡിവൈഡഡ് ബൈ n. ദാറ്റ് ഈസ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് എടുക്കുക എന്നാണ്. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ x1, ഡെൽറ്റ s2, ഡെൽറ്റ s3 എന്നാണ് അബ്സല്യൂട്ട് എറേഴ്സ്. ഈ അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ മോഡുലസ് വാല്യൂസ്, ഈ അബ്സല്യൂട്ട് എറേഴ്സ് ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അതിൻ്റെ പോസിറ്റീവ് വാല്യൂസ്, അതായത് ഇപ്പം -2 ആണെങ്കിൽ -2ൻ്റെ മോഡ് എത്രയാണ്? 2 +2. അതുപോലെ മോഡുലസ് വാല്യൂസ് ഓഫ് അബ്സല്യൂട്ട് എറേഴ്സ്, അതിൻ്റെ മീൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് അരിത്തമെറ്റിക് ആണല്ലോ, ഇത് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ്, അതാണ് മോഡുലസ് എന്ന് എഴുതിയേക്കുന്നത്, പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് all the absolute arrays. The arithmetic mean of the positive magnitudes of all the absolute arrays. എല്ലാ അബ്സല്യൂട്ട് എറേഴ്സിൻ്റെയും പോസിറ്റീവ് വാല്യൂസ്, അതുകൊണ്ട് ഇവിടെ മോഡുലസ് ഇടണം. പോസിറ്റീവ് വാല്യൂസ് എടുക്കാൻ വേണ്ടി മോഡുലസ് വാല്യൂസ് ഓഫ് ഓൾ ദ അബ്സല്യൂട്ട് എറേഴ്സ്. അതായത് അരിത്തമെറ്റിക് മീൻ എന്തിൻ്റെയാണ്? അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ അരിത്തമെറ്റിക് പോസിറ്റീവ് വാല്യൂസുള്ള അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മീൻ അബ്സല്യൂട്ട് എറർ. ഫോർ ഡെൽറ്റ എക്സ് ബാർ മീൻ അബ്സല്യൂട്ട് എറർ കിട്ടി. മീൻ അബ്സല്യൂട്ട് എറർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡെൽറ്റ x1 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ s2 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ s3 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ xn ആണല്ലോ. ഇനി അടുത്തത് തേർഡ് വൺ, റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ, അതിനെ വേറൊരു പേര് വിളിക്കും ഫ്രാക്ഷണൽ എറർ. റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ. ഈ റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ എന്ന് പറഞ്ഞാൽ ദ മീൻ അബ്സല്യൂട്ട് റേഷ്യോ ഓഫ് mean absolute error divided by mean value. That is equal to delta x bar divided by x. ഒന്നുകൂടെ എഴുതാം, ഡെൽറ്റ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എക്സ്. ഡെൽറ്റ എക്സ് ബാർ ഈസ് ഇവിടെ പറഞ്ഞ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. മീൻ വാല്യൂ ഈസ് ട്രൂ വാല്യൂ, ആദ്യം പഠിച്ച ട്രൂ വാല്യൂ, ദാറ്റ് ഈസ് മീൻ വാല്യൂ. ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ എന്ന് കിട്ടും. ഇനി ഫോർത്ത് വൺ, ദിസ് റിലേറ്റീവ് എറർ. ഫോർത്ത് വൺ ആണ് റിലേറ്റീവ് എറർ അല്ല, ഫോർത്ത് വൺ ഈസ് പെർസെൻറ്റേജ് എറർ. ഫോർത്ത് വൺ ഈസ് percentage error.
relative error, relative or fractional error expressed in percentage is called, ഇത് എന്താണ് പറയുന്നത്, പെർസെൻറ്റേജ് എറർ എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രാക്ഷണൽ എറർ എന്താണ്, മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ ഇൻറ്റു 100 ഈസ് ദ വാട്ട് ഈസ് ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് എറർ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് തറവായിട്ട് കിട്ടും. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The different measurements of length of a rod are 4.2, 4.5, 4.4, 4.3, 4.6 in centimeter. Calculate first mean value, second absolute error, third mean absolute error, D, fourth one fractional error, fifth one E option percentage error. ആദ്യം നമുക്ക് മീൻ വാല്യൂ കാണാം. മീൻ വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, 4.2 പ്ലസ് 4.5 പ്ലസ് 4.4 പ്ലസ് 4.3 പ്ലസ് 4.6 ഡിവൈഡഡ് ബൈ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എഴുതാം, 1 2 3 4 5 5 into 4 20 24.7 7 plus 1.1 21.1 21.1 21.1 31.5 divided by 5. ആൻസർ ഈസ് എത്ര വരും, ആൻസർ ഈസ് 4.4. ചെക്ക് ചെയ്ത് നോക്കാം. 4.5 ഇതാണ് എൻ്റെ മീൻ വാല്യൂ കിട്ടുന്നത്. ഇനി സെക്കൻഡ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, അബ്സല്യൂട്ട് എറർ. എങ്ങനെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം, അബ്സല്യൂട്ട് എറർ ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.4 minus 4.2 that is equal to 0.2. Delta S2 is equal to x minus S2 that is equal to 4.4 minus 4.5 ആണല്ലോ. 4.4 minus 4.5 that is minus 0.1. Then delta S3 equal to x minus S3 that is equal to 4.4 minus 4.4 that is 0. Then delta x4 equal to x minus x4 that is equal to 4.4 minus 4.3 that is 0.1. Then delta x5 is equal to x minus x5 that is equal to 4.4 minus 4.6 that is minus 0.2. These values are the absolute errors. ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്, മീൻ അബ്സല്യൂട്ട് എറർ. ഇനി നെക്സ്റ്റ് മീൻ അബ്സല്യൂട്ട് എറേഴ്സ്. തേർഡ് വൺ മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ നമുക്ക് കിട്ടിയ വാല്യൂസ് ഉണ്ട്. ഇവിടെ ഞാൻ ഒന്നോടെ എടുത്തെഴുതാം. ഡെൽറ്റ x1 ഈസ് 0.2, ഡെൽറ്റ S2 ഈസ് 0.1, delta S3 is 0, delta x4 equal to 0.1, delta
x5 ഈക്വൽ ടു -0.2. ഇതാണ് നമുക്ക് അബ്സല്യൂട്ട് എറേഴ്സ് കിട്ടിയത്. ഇനി മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് വാല്യൂസിൻ്റെ മീൻ എടുക്കുന്നതാണ്. ദെയർഫോർ ഡെൽറ്റ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് 0.2 modulus of delta x1 plus modulus of delta s2 plus modulus of delta s3 plus modulus of delta x4 plus modulus of delta x5 divided by 5. That is equal to 0.2 plus 0.1 plus 0 plus 0.1 plus 0.2, only positive values, divided by 5, that is equal to 0.6 by 5, that is equal to 0.12. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? എസ് എഫ് ഈസ് 1. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 1. അതുകൊണ്ട് റിസൾട്ടിലും റൗണ്ട് ഓഫ് ചെയ്ത് എഴുതണം. ദെയർഫോർ മീൻ അബ്സല്യൂട്ട് എറർ ഈസ് 0.1. ഇനി ഫോർത്ത് വൺ എന്താണ്? ഫ്രാക്ഷണൽ എറർ. ഇനി ഫ്രാക്ഷണൽ എറർ എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എക്സ് ബാർ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. Ratio of mean absolute error to the true value is fractional error. That is equal to 0.1 divided by, what is the mean value? X bar or xm here, that is 4.4. First നമുക്ക് കിട്ടിയതാണ്. That is equal to 4.4, that is equal to 1 by 44. Right. Then fifth one is percentage error. പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫ്രാക്ഷണൽ എറർ പെർസെൻറ്റേജിൽ കണ്ടാൽ മതി. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ബാർ എക്സ് ഇൻറ്റു 100 ഈസ് ദ ഫ്രാക്ഷണൽ എറർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 44 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 by 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.272%. ഇനി അടുത്ത പോർഷൻ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വേറെ പറയാം കോമ്പിനേഷൻ. പ്രൊപ്പഗേഷൻ ഓർ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് എറേഴ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, എക്സ്പോണൻസ് ഇതൊക്കെ വരുമ്പം എന്താ എറർ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അഡീഷൻ്റെ കാര്യമാണ്. അഡീഷൻ സപ്പോസ് ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി. കൺസിഡർ ടു ക്വാണ്ടിറ്റീസ്. രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് എയും ബിയും. ഈ ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി ആർ ദ അബ്സല്യൂട്ട് എറേഴ്സ് in the two quantities A and B. Delta A യും delta B യും absolute errors in the two quantities A and B. അങ്ങനെയാണെങ്കിൽ measured value of A is equal to എന്തെഴുതാം? A plus or minus delta A. Right. Also, the measured value of B is equal to B plus or minus delta B. ഇനി ഇതിൻ്റെ അകത്ത് ഈ മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള എറർ എങ്ങനെയാണെന്ന് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എറർ ഡെൽറ്റ ഇസഡ് ഇൻ ഇസഡ് ഈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, ദാറ്റ് ഈസ് ദ അഡീഷൻ പ്രോസസ്സ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം.
അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇസഡിന് പകരം ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡും എക്ക് പകരം എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എയും ബിക്ക് പകരം ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബിയും കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് നമുക്ക് നോക്കാം. ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്കിങ്ങനെ എഴുതാമല്ലോ, എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. റൈറ്റ്. Z plus or minus delta Z. Here Z plus or minus delta Z is A plus B is Z. Here A plus B യുടെ സ്ഥാനത്ത് ഞാൻ Z എഴുതി plus or minus delta A plus delta B. ഈ ഇസഡും ഇസഡും കൂടെ പോയി, ഈ പ്ലസ് ഓർ മൈനസും ഈ പ്ലസ് ഓർ മൈനസും കൂടെ പോയി, മിച്ചം എന്ത് വരും? ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ plus delta B. That means maximum possible error in the sum of two quantities is the sum of the absolute errors in the individual quantities. That is maximum possible error in the sum of two quantities is equal to the എന്താണ് absolute error, equal to the sum of the absolute errors in the individual quantities. Maximum possible error in the sum of two quantities is equal to the sum of the absolute errors in the individual quantities. Sum of two quantities, maximum possible error in the sum of two quantities, that is delta x, is equal to the sum of the absolute errors in the individual quantities. ഇതാണ് അഡീഷൻ്റെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. മനസ്സിലായല്ലോ? ഇനി അതേപോലെ തന്നെ ഈ അഡീഷൻ പോലെ തന്നെ നമ്മൾ സബ്സ്ട്രാക്ഷനും ചെയ്ത് നോക്കുകയാണ്. അപ്പം എന്താ വരുന്നത് നോക്കാം. സെക്കൻഡ് ഈസ് സബ്ട്രാക്ഷൻ. ഇത് സെയിം പ്രൊസീജിയർ, ദാറ്റ് ഈസ് Z ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. ദെൻ ഇസഡിന് പകരം എനിക്ക് എന്തെഴുതണം? ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ആൻഡ് എക്ക് പകരം എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മൈനസ് ബിക്ക് പകരം എന്താണ്? ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ആണല്ലോ. ഡെൽറ്റ എയും ഡെൽറ്റ ബിയും എന്താണ്? അബ്സല്യൂട്ട് എറേഴ്സ് ഓഫ് ദ ടു ക്വാണ്ടിറ്റീസ് എ ആൻഡ് ബി. ദെൻ അങ്ങനെയാണെങ്കിൽ ദ മെഷേർഡ് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ ആണ്. അതിൻ്റെ കൂടെ അബ്സല്യൂട്ട് എറേഴ്സ് ഒന്നെങ്കിൽ പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും. ഇതും കൂടെ കൂട്ടി കഴിയുമ്പോഴായിരിക്കും, കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടുന്നത് ആണല്ലോ. ദെർഫോർ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എങ്ങനെ എനിക്ക് എഴുതാം? ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, ഞാൻ വെളിയിലെടുത്തു, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ഈ മൈനസിനെ അകത്തോട്ട് കയറ്റിയാൽ ഇവിടെ മൈനസ് ആകും, ഇവിടെ പ്ലസ് ആകും. റൈറ്റ്. ദെൻ ഡെൽറ്റ ബി. ശരിയാണല്ലോ. ദെൻ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഈസ് ഇസഡ്. ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മൈനസ് പ്ലസ് ഡെൽറ്റ ബി. ഇവിടെ ഇസഡും ക്യാൻസൽ ചെയ്യാം. ഈ പ്ലസ് ഓർ മൈനസും എഴുതാം. മിച്ചം എന്തുണ്ട്? ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ മൈനസ് പ്ലസ് ഡെൽറ്റ ബി. ഫോർ ഈ ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് മാക്സിമം ആകണമെങ്കിൽ ഫോർ
For error delta Z to be maximum, delta A and delta B must have the same sign. Therefore, for delta Z maximum ആകണമെങ്കിൽ എന്താകണം? For delta Z to be maximum ആകണമെങ്കിൽ delta A and delta B must have same sign. ഡെൽറ്റ ഇസഡ് മാക്സിമം വാല്യൂ ആകണമെങ്കിൽ ഡെൽറ്റ എയും ഡെൽറ്റ ബിയും സെയിം സൈൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ എഴുതാമല്ലോ, ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി, അതിന് വരെ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. മാക്സിമം കിട്ടണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അബ്സല്യൂട്ട് എറേഴ്സ്. Therefore maximum possible error in the maximum possible error in the difference of two quantities, maximum possible error in the difference of two quantities is equal to the sum of the absolute errors in the individual quantities. That is, maximum possible error in the difference of two quantities is equal to the sum of the absolute errors in the individual quantities. Absolute errorsന്റെ സം എടുക്കുന്നതാണ് ഏത് സബ്ട്രാക്ഷൻ്റെ സമയത്തും നമുക്ക് മാക്സിമം പോസിബിൾ എറേഴ്സ് കിട്ടുന്നത്. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. Third one is multiplication. നമുക്കറിയാം ഇസഡ് ഈക്വൽ ടു എ ബി. പഴയതുപോലെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്തതുപോലെ തന്നെ ഞാൻ ഇവിടെയും ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പം ഡെൽറ്റ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. റൈറ്റ്. ഇനി ഞാൻ ഇത് എഴുതുകയാണ് ഡിവൈഡിങ്. ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ. ഡിവൈഡിങ് LHS by Z and RHS by AB. ഇനി ഞാനിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ എനിക്ക് അങ്ങനെ എഴുതാമല്ലോ. ഈ എ ബിയെയും ഇസഡിനെയും ഇസഡ് കൊണ്ട് ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യാം, എ ബി കൊണ്ട് ഞാൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യാം. അത് ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ആണല്ലോ. ദാറ്റ് ഈസ് 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു, ഇതിനെ എന്തുകൊണ്ടാണ് RHSനെ എനിക്ക് എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. റൈറ്റ് ആണല്ലോ. ഈ ഡെൽറ്റ എയും ഡെൽറ്റ എ ബൈ എയും ഡെൽറ്റ ബി ബൈ ബിയും സ്മോൾ ക്വാണ്ടിറ്റീസ് ആണ്. അതെന്താ? ഫ്രാക്ഷണൽ എറേഴ്സ് ആണ്. അപ്പം അതിൻ്റെ പ്രൊഡക്റ്റും ഓൾസോ വെരി വെരി സ്മോൾ. ഈ ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി ആർ സ്മോൾ. അങ്ങനെയാണെങ്കിൽ therefore ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഈസ് ഓൾസോ വെരി സ്മോൾ. റൈറ്റ് ആണല്ലോ. ഇസ് ഇറ്റ് റൈറ്റ്? ദെൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഈ വണ്ണും പോയി ആണല്ലോ. ദെൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി
plus or minus delta a by a. That is a plus or minus ഞാൻ അങ്ങ് എടുത്ത് കളയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റും. Delta z by z is equal to delta a by a plus delta b by b. What is delta a by a? Fractional error of a. Delta b by b is fractional error of b. Therefore, maximum fractional error. മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്ത് എന്താണ്? ഫ്രാക്ഷണൽ എററാണ് മാക്സിമം. മറ്റേതെന്തായിരുന്നു? അബ്സല്യൂട്ട് എറർ ആയിരുന്നു. ആണല്ലോ. ഏത്? അഡീഷൻ്റെ അകത്തും സബ്സ്ട്രാക്ഷൻ്റെ അകത്തും എന്തായിരുന്നു? സം ഓഫ് ടു ക്വാണ്ടിറ്റീസ് ഈസ് ദ sum of maximum possible error in the sum of two quantities is the sum of the absolute errors in the individual quantities. But in multiplication, maximum fractional error in the product of two quantities is equal to the sum of the fractional errors in the individual quantities. Maximum possible error എന്താണ്? Equal to the sum of the fractional errors ആണ് മൾട്ടിപ്ലിക്കേഷൻ്റെ അവസ്ഥയിൽ. ഇനി അതേപോലെ തന്നെ ഡിവിഷൻ്റും എന്താണെന്ന് നോക്കാം. Fourth one is division. Division നമുക്കറിയാം z is equal to a by b, right? Then z plus or minus delta z is equal to a plus or minus delta a divided by b plus or minus delta b. That is equal to a into 1 plus or minus delta a by a divided by b into 1 plus or minus delta b by b. That is equal to, എനിക്ക് ഇങ്ങനെ എഴുതാലോ, a by b into 1 plus or minus delta a by a into 1 plus or minus delta b by b all raised to minus 1. ഇതിനെ ഞാൻ മുകളിലേക്ക് കയറ്റി എഴുതിയെന്നേ ഉള്ളൂ. നമുക്കറിയാം 1 plus x all raised to n is equal to 1 plus nx ആണല്ലോ. when എപ്പോഴാണ് x much less than 1, right? That is equal to, എങ്ങനെ എഴുതാം? a by b എന്താണ്? z into 1 plus or minus delta a by a into 1 plus or minus, ഇവിടെ ഒരു -1 വരും. ദാറ്റ് മീൻസ് ഇത് മൈനസ് പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇവിടെ എന്താണ്? ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ്. ഇനി ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ ഇസഡ് എങ്ങനെ എഴുതാം? എല്ലാത്തിനും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു z പോവില്ല, ഡിവൈഡിങ് ബോത്ത് സൈഡ് ബൈ z, ഡെൽറ്റ z ബൈ z ഇൻറ്റു ഇതും ഇവിടെ z പോവും. മിച്ചം എന്ത് വരും? 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ബൈ a ഇൻറ്റു 1 മൈനസ് പ്ലസ് ഡെൽറ്റ b ബൈ b. ഇനി ഇതിനെ ഞാൻ ഓരോ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി നോക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. 1 plus or minus delta z by z is equal to 1 plus or minus delta a by a, then delta a by a minus plus delta b by b, then minus plus or minus delta a by a, ഇവിടെ എഴുതാം, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ആണല്ലോ. ഈ ഡെൽറ്റ എയും ഡെൽറ്റ ബിയും സ്മോൾ ആണ്.
delta B into delta A is very small. Therefore 1 plus or minus delta Z by Z is equal to, എനിക്ക് എങ്ങനെ എഴുതാം, 1 plus or minus delta A by A minus plus delta B by B. ഈ 1ഉം ഈ 1ഉം കളയും. Therefore delta Z by Z is equal to delta A by A plus delta B by B. മാക്സിമം പോസിബിൾ എറർ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ അഡീഷൻ എടുക്കണം. ഇവിടെ മൈനസും പ്ലസ്സുമാണ് എടുക്കുന്നത്, ഇവിടെ പ്ലസ്സും മൈനസും ആണ്. അതുകൊണ്ട് മാക്സിമം പോസിബിൾ എറർ എനിക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം ആണല്ലോ. ദെർഫോർ മാക്സിമം പോസിബിൾ എറർ ഇൻ the division of two quantities is equal to the sum of their individual fractional errors. Division മനസ്സിലായല്ലോ. Next is exponent. Exponent എന്ന് പറഞ്ഞാൽ അറിയാലോ, power of a quantity. Let us consider Z is equal to A raised to n. Then Z plus or minus delta Z is equal to A plus or minus delta A all raised to n. ഇതിൽ Z plus or minus delta Z is equal to A ഞാൻ വെളിയിലെടുക്കുകയാണ്, അപ്പം A raised to n എന്നാവും, into 1 plus or minus delta A by A all raised to n. ഇങ്ങനെ എഴുതാമല്ലോ. That is equal to Z plus or minus delta Z equal to Z into 1 plus or minus delta A by A all raised to n. ഇനി എങ്ങനെ എഴുതാം, Z plus or minus delta Z is equal to Z into 1 plus or minus n into delta A by A. എന്തുകൊണ്ടാണ്, 1 plus x the all raised to n equal to 1 plus nx. Therefore ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇസഡിനെ വെളിയിലെടുക്കണം. Therefore ഇസഡിനെ വെളിയിലെടുത്താൽ 1 plus or minus delta z by z is equal to z into 1 plus or minus n into delta a by a. ഈ ഇസഡും കൂടെ പോകും ആണല്ലോ. Therefore 1 plus or minus delta z by z is equal to 1 plus or minus n into delta a by a. ഈ വണ്ണും കൂടെ പോയി, ഇതും കൂടെ പോയി. Therefore delta z by z is equal to n into delta a by a. Therefore maximum possible error in the power of a quantity, maximum possible error in the power of a quantity is n times ഇത് fractional error in that quantity. Fractional error in that quantity. Maximum possible error in the power of a quantity is n times the fractional error in that quantity. ഇനി ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ തറവായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് പ്രോബ്ലം, if R1 resistance R1 is equal to 100 plus or minus 3 ohm, then R2 is equal to 200 plus or minus 4 ohm. ഇത് കണക്റ്റഡ് ഇൻ സീരീസ്. ഈ രണ്ട് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. ഫൈൻഡ് ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ്. ഫൈൻഡ് ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് സീരീസിലാണെങ്കിൽ R ഈക്വൽ ടു R1 പ്ലസ് R2, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് ഓർ മൈനസ് 3 ohm പ്ലസ് 200 പ്ലസ് ഓർ മൈനസ് 4 ohm, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 plus 200 plus or minus 3 ohm plus 4 ohm. Answer is 300 plus or minus 7 ohm is the answer. മനസ്സിലായല്ലോ. Then അടുത്ത question. Second question. If the
if the errors involved in the measurements of a side and mass of a cube are 3% and 4% respectively. Then what is the maximum possible error in the density of the material? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡെൻസിറ്റി. വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദാറ്റ് ഈസ് എം ബൈ എന്താണ് മെറ്റീരിയൽ? ഏതാണ്? ക്യൂബാണ് നമ്മുടെ മെറ്റീരിയൽ. ദാറ്റ് ഈസ് എൽ ക്യൂബ്. ദെൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? റിലേറ്റീവ് എറർ അല്ലെ മാക്സിമം പോസിബിൾ എറർ ഇൻ ഇത് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫ്രാക്ഷണൽ എറർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100. ഇതെന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ റോ ബൈ റോ. ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ എറർ. അത് പെർസെൻറ്റേജിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായി? പെർസെൻറ്റേജ് എറർ. ഇത് അനദർ ഫ്രാക്ഷണൽ എറർ. അങ്ങനെയാണല്ലോ. നമ്മൾ ഡിവിഷൻ വരുമ്പോൾ എന്താണ്? ഡിവിഷൻ വരുമ്പം ആഡ് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും ആഡ് ചെയ്യണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഫ്രാക്ഷണൽ എറേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. പ്ലസ് ദെൻ എക്സ്പോണൻസ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ n ടൈംസ് ഫ്രാക്ഷണൽ എറേഴ്സ് എഴുതണം. ദാറ്റ് ഈസ് n ഇൻറ്റു ഫ്രാക്ഷണൽ എറേഴ്സ്. ദാറ്റ് ഈസ് ആൻസർ എന്താണ്? ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100. ദിസ് ഈസ് ദ പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് എറർ ഓഫ് മാസ് എത്രയാണ്? 4%. പ്ലസ് ദെൻ 3 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100. ദാറ്റ് ഈസ് ഓഫ് എ സൈഡ്. അത് എത്രയാണ്? സൈഡ് ഓഫ് എ ക്യൂ 3% ഇൻറ്റു 3%. എത്ര കിട്ടും? 3 ഇൻറ്റു 3 9 പ്ലസ് 4 13%. ഡെൻസിറ്റിയുടെ പെർസെൻറ്റേജ് എറർ മാക്സിമം പോസിബിൾ എറർ എന്താണ്? 13% ആണ്. അത് പെർസെൻറ്റേജ് എററാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എറർ ഇൻ the measurement of radius of sphere is 2%. What is error in the volume of sphere? എന്താണ് വോളിയം ഓഫ് സ്പിയർ? എന്താണ്? V ഈക്വൽ ടു 4/3 πr3. റൈറ്റ്. ദെൻ ഈ 2% എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ദെയർഫോർ ഡെൽറ്റ ബി ബൈ വി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 4/3 പൈ ഈസ് കോൺസ്റ്റൻറ്റ്. അതിനെ നമ്മളൊന്നും എടുക്കണ്ട. ദെൻ ആർ ക്യൂബ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലാണ്. അതുകൊണ്ട് 3 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ഏതാണ്? error in the measurement of radius of sphere is 2%. That is 2%. Therefore answer is 6%. Right. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. A physical quantity capital X is given by capital X is equal to a square b cube divided by c into root t. Then percentage error in A is equal to 4%,
B is equal to 2%, C is equal to 3%, D equal to 1%. Therefore, percentage error എങ്ങനെ കണ്ടുപിടിക്കും? delta x by x into 100 is equal to 2 into delta a by a into 100 plus 3 into delta b by b into 100 plus ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഏതാണ് ഫ്രാക്ഷണൽ എറേഴ്സിൻ്റെ സമ്മാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് പ്ലസ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഇത് ഡി റൂട്ട് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഡി ഈക്വൽ ടു ഡി റേസ് ടു ഹാഫ് ആണല്ലോ, ഇത് പവറാണ്. അപ്പം n ടൈംസ് ഫ്രാക്ഷണൽ എററാണ് എഴുതേണ്ടത്. ദെയർഫോർ ഹാഫ് ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into delta a by a into 100 is percentage error. That is 4% plus 3 into 2% plus 3% plus half into 1%. That is equal to 8% plus 6% plus 3% plus 0.5%. That is equal to 8 plus 6 14 plus 3 17, that is 17.5%. This is the answer.